ഞാനിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിൽ സെൻറ് തോമസ് സ്കൂളിനും സെൻറ് തോമസ് കോളേജിനും അതുകൂടാതെ ഇൻഫ്ര ഫിലിമാൻ IT പാർക്കിനും അടുത്ത് 4.54 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയത്, അതായത് താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെ ടോട്ടലി 4 ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി ഇരുനില വീടാണ്. നിങ്ങളുടെ 85 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. നമ്മുടെ ഈ ഒരു സ്ഥലത്തെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ സെൻറ്റിന് 7.5 ലക്ഷം രൂപയിലുണ്ട്, 7.5 ലാക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളിലേക്ക് വരാം. ഇങ്ങോട്ടേക്കും ഇവിടേക്കെല്ലാം നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇനി ഇവിടെ വാർണിഷ് ആൻഡ് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഇനിയും കുറച്ച് പെയിൻറ്റിങ് വർക്ക് ബാക്കിയുണ്ട്. ഇവിടെ GI ട്യൂബിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു ഗേറ്റ്. ഇവിടെ നമുക്ക് 2 വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ വലിയ നീളമുള്ള വണ്ടികൾ സുഖമായി പാർക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇനിയും പെയിൻറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, കുറച്ചും കൂടി ടച്ചിങ് ബാക്കിയുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ടുണ്ട് കലാത്തിയ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അത് നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്, പെബിൾസൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് അതുപോലെ തന്നെയാണ് ആ ഒരു കന്നിമൂല വരുന്ന ഭാഗമാണ്. അവിടെ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ ഗ്രാസാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ആയിട്ട് ബാക്കി പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം വാസ്തുശാസ്ത്രപരമായിട്ടും ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം. സിറ്റൗട്ട് നോക്കുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ റൈസർ ചെയ്തിരിക്കുന്നത് ടൈലിലുമാണ്. ഇവിടെ ആയിട്ട് ഒരു നാച്ചുറൽ നമുക്കൊരു വുഡ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ടൈൽസാണ് ഒട്ടിച്ചിരിക്കുന്നത്, ക്ലാഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡ് നോക്കുമ്പോൾ LIS എന്ന കമ്പനിയുടേതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി സിറ്റൗട്ടിലേക്ക് വരാം. ഇവിടെ നോക്കുമ്പോൾ 5 അടി നീളവും 2.25 അടി വീതിയുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ബാക്കിയെല്ലാം സ്വിച്ച് ബോർഡും കാണാം. ഇവിടെ നമുക്ക് നേരെ ഫ്രണ്ടിൽ സിറ്റൗട്ട് മുകളിലായിട്ടൊരു കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സാധാരണ ആർക്കിടെക്ട് വീഡിയോയിലാണ് നമ്മൾ കോബ് ലൈറ്റ് കാണാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഇത് പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കട്ടളയും കതകും പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടായിട്ട്, അതായത് 50-50 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയ ഡോറുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയിലേക്ക് വരാം. നമ്മൾ ലിവിങ് ഏരിയയുടെ സൈസ് നോക്കുകയാണെങ്കിൽ 20 അടി നീളവും 10 അടി വീതിയാണ് വരുന്നത്. അത് വിശാലമായിട്ട് ലിവിങ് ഏരിയയാണ്. ഇവിടെ നമുക്ക് ടൈൽ ചെയ്തിരിക്കുന്നത് 5 അടി നീളവും 2.5 അടിയോളം വീതിയുള്ള ടൈലാണ്. ഏകദേശം 160 സെൻറ്റിമീറ്റർ നീളവും 80 സെൻറ്റിമീറ്റർ വീതിയുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടുള്ള ഫുള്ള് സീലിംഗ് ഇരിക്കുന്നത് വാമായിട്ടുള്ള നല്ല സീലിംഗ് ഇരിക്കുകയാണ്. ഈ ഒരു TV യൂണിറ്റ് നോക്കുകയാണെങ്കിലും അതിവിശാലമായിട്ടുള്ള TV യൂണിറ്റാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് HDF ആണ്. ഫുള്ള് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് HDF ആണ്, അല്ലാതെ മൾട്ടിവുഡ് അല്ല. അപ്പോൾ അത്രയും ക്വാളിറ്റിയോടെ ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറകിലായിട്ട് 4 നിഷുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്ലാന്റും അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ലിവിങ് ഏരിയ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുമ്പോൾ ഒരു പാർട്ടീഷൻ, ചെറുതായിട്ടുള്ളൊരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് അല്ല, HDF തന്നെയാണ്. അപ്പം ഈ മൾട്ടിവുഡിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് ഈ HDF. മുകളിലായിട്ട് ഇവിടെയായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ മിനി ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നമ്മൾ അതിവിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ വെച്ച് നോക്കുമ്പോൾ ഡൈനിങ് ഏരിയ ചെറുതാണ്. ആക്ച്വലി 9 അടി നീളവും 9 അടി വീതി സ്ക്വയറിൽ ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ചെറിയൊരു ഫാമിലി വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ടേബിളും ചെയറൊക്കെ ഇടാൻ പറ്റിയ രീതി തന്നെയാണ്. ഇവിടെ ആയിട്ടൊരു വലിയൊരു നമുക്കൊരു വാഷിംഗ് യൂണിറ്റും കാണാം. അവിടെ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ നമുക്കിവിടെ ഒരു റൗണ്ട് ആയിട്ടുള്ള മെറിനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഫാൻ ഇട്ടിരിക്കുകയാണ്. സാധാരണ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ബിൽഡേഴ്സൊന്നും ഇങ്ങനെ ഫാൻ ഇടാറില്ല. പക്ഷേ ഇവിടെ മൊത്തം എല്ലാ റൂമിലും ഹാളിലും അതുപോലെ കിച്ചണിൽ വരെ ഫാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ഇതിൻ്റെ DBയിലേക്ക് വരാം. ഇലക്ട്രിക്കിൻ്റെ DB നോക്കുമ്പോൾ V-ഗാർഡാണ്, ഫുൾ MCB ഫുള്ള് V-ഗാർഡാണ്. അതുപോലെ 3 ഫേസ് കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ മോഡുലർ കിച്ചണിലേക്ക് വരാം. ഇവിടെ ആയിട്ട് 2 കോബ് ലൈറ്റും കൊടുത്ത് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ ഫുള്ള് ഈ കബോർഡ് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് HDF ആണ്. അതുപോലെ ആ ഗ്ലെൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയായിട്ട് ഫുള്ള് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ സിങ്ക് വരുന്നത് നല്ല ബ്രാൻഡഡ് കമ്പനിയാണ്. നമുക്ക് 2 ഓപ്ഷനിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. അത് ഇവിടെ കണ്ടോ, ഈ വെള്ളം എടുത്ത് അടുത്ത് നമുക്ക് ഇവിടെ ആയിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഗ്ലാസ് വാഷ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കാണാം. അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇവിടെ ലിക്വിഡ് യൂസ് ചെയ്യാനുള്ളതും അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബാക്കി പോയിൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മൈക്രോ ഓവനും അതുപോലെ തന്നെ മിക്സി അങ്ങനെയുള്ള യൂസ് ചെയ്യാനുള്ള പോയിൻറ്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് വരുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരു ഫ്ലോറിംഗ് ടൈൽ നോക്കുകയാണെങ്കിൽ ഒരു വുഡ് ഗ്രെയിനിൽ ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും 4x2 സൈസാണ്. അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് 2 റൂമുകളാണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. അപ്പോൾ ഇവിടുത്തെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ 12 അടി വീതി, അതായത് 12 അടി വീതിയിൽ 12 അടി നീളം വരുന്നത്. അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള റൂമാണ്. അതുപോലെ ഇവിടെ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പുറകിലായിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്.
ഇവിടുത്തെ ഒരു വാർഡ്രോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റി ഏത് ഭാഗത്ത് കൊണ്ട് മാറ്റി വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതെല്ലാം HDF-ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു മേക്കപ്പ് ഏരിയ വേറെ വരുന്നുണ്ട്. നമുക്കിവിടെയായിട്ട് നമുക്ക് മേക്കപ്പ് ഐറ്റംസ് വയ്ക്കാം, പൗഡറോ അങ്ങനെയുള്ള ക്രീമോ ഒക്കെ വയ്ക്കാൻ വേണ്ടി സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫുൾ മിററും കൊടുത്തിട്ടുണ്ട്, അതാണ് വേറൊരു പ്രത്യേകത. അതുപോലെ നമ്മുടെ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ട് നൈറ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ എന്ന കമ്പനിയാണ്. അതുപോലെ ഡൈവറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറേഡാണ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിന് ഉപയോഗിക്കുന്ന സെറേ തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷവർ നോക്കുവാണെങ്കിൽ റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കി എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പ്രധാന ക്വാളിറ്റി തീരുമാനിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് അവിടുത്തെ വീട്ടിലെ ഫിറ്റിംഗ്സ് ആണ്. അതായത് വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ ജാഗ്വാർ യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ DB യൂസ് ചെയ്തിരിക്കുന്ന വീഗാർഡാണ്. ഇത് വെച്ച് നമുക്ക് പ്രത്യേകിച്ച് അറിയാം ഒരു വീടിൻ്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നമുക്കൊരു പുറമേ അറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ഈ റൂമിൻ്റെ സൈസ് എന്നുള്ളത് 10-10.5 സൈസാണ്. അത് 10 അടി നീളവും 10 അടി വീതിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും 4x2 സൈസിലുള്ള ടൈൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് ഈ പറയുന്ന എടുത്ത് മാറ്റി അല്ലെങ്കിൽ ഈ പൊസിഷൻ മാറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതിന് അടിയിലായിട്ട് റബ്ബർ ബുഷും കാണാം. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും പ്രത്യേകിച്ച് ആ ഒരു മേക്കപ്പ് ഏരിയയിലേക്കുള്ള ആ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷെൽഫും കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങോട്ട് നോക്കാം. ഇവിടെ ആയിട്ട് വാഷ്റൂമിന് അടുത്ത് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും ഫിറ്റിംഗ്സിന് യാതൊരു വ്യത്യാസവും ഇല്ല. ജാഗൂർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ സെറേഡയാണ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ മൗണ്ടഡ് ആണ്. റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് താഴത്തെ നിലയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ അതായത് മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഓഫറായിട്ട് തന്നെ കബോർഡ് ചെയ്യുന്നതാണ്. ഈ ഭാഗത്ത് 2 ഭാഗത്തോട്ട് നമുക്ക് ന്യൂസ് പേപ്പറും അങ്ങനെയെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയറിലേക്ക് വരാം. സ്റ്റെയറിലേക്ക് അപ്സ്റ്റെയർ നോക്കുമ്പോൾ നമ്മുടെ ട്രെഡ് ചെയ്തിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. റൈസറി ടൈലിലോ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് GI ട്യൂബിൽ ഇതിൻ്റെ പ്ലാവിൻ്റെ ഒരു പാനൽ ഇരിക്കുകയാണ്. അതായത് GI ട്യൂബിൽ ഒരു പ്ലാവിൻ്റെ പാനലിലൂടെ പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലേക്കുള്ള ബെല്ല് കൊടുത്തിട്ടുണ്ട്. ബെൽ സ്വിച്ച് കാണാം. അപ്പോൾ നമ്മൾ നേരെ വരുന്ന ഒരു ലാൻഡിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ലാൻഡിങ് ഏരിയ നോക്കുമ്പോൾ ഇവിടെ ഇവർ ലെപ്പോത്ര ഗ്രാനൈറ്റും ഇങ്ങോട്ട് ടൈലും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 2 ലാൻഡിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താണ് ഒരു 1 വേ 2 വേ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡബിൾ ഹൈറ്റ് പോലെ ഫീൽ ചെയ്യും. മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ആയിട്ട് നമുക്കൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. പുറകിലായിട്ട് 3 വിൻഡോയും കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലേക്ക് വരാം. ഇവിടെയെല്ലാം ഇതുപോലെ വുഡ് രീതിയിലുള്ള പെയിൻറ്റ് ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം വർക്കിനി കുറച്ചുകൂടെ കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വരുന്നത് വീണ്ടും അതിവിശാലമായിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു അപ്പർ ലോഞ്ച് എന്ന് പറയാം അങ്ങോട്ടേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിങ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയും മുകളിലും ഒരേപോലെ കൊടുത്തിരിക്കുന്നത്. അത് കാരണം നമുക്കൊരു മുകളിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ മുകളിൽ റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 10-12 രൂപ വാടക കിട്ടുന്നതാണ് മന്ത്ലി. അപ്പോൾ അതൊരു ലാഭമാണ്. ഇവിടെ ഒരു ഡൈനിങ് ഏരിയ എടുക്കാം. അതുപോലെ പുറകിലായിട്ട് കിച്ചൺ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവിങ് ഏരിയ മുകളിലായിട്ടും വാമായിട്ട് ലൈറ്റിങ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മുകളിലായിട്ട് ആ ലൈറ്റ്സ് എല്ലാം സെയിം തന്നെയാണ്. നമുക്കിൻ്റെ ഡൈനിങ് ഏരിയ നമ്മൾ താഴേക്കുന്ന ഡൈനിങ് ഏരിയ അതേ സ്പേസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകൾ കണ്ടിട്ട് റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ ഒരു ബാൽക്കണിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബാൽക്കണിയാണ്. അപ്പോൾ ഹൈറ്റിൽ നമുക്ക് ആ ഒരു വ്യൂവും കിട്ടുന്നുണ്ട്. ഇവിടെ ബാൽക്കണിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാൽക്കണിയല്ല, ഇവിടുത്തെ അട്രാക്ഷൻ ഒരു ഗസീബോ പോലെ സ്പേസാണ്. നമ്മൾ നേരെ ഇറങ്ങുന്നൊരു ഒരു ഗസീബോ അല്ലെങ്കിൽ പാറ്റിയോ സ്പേസ് എന്ന് പറയുമല്ലോ, ആ രീതിയിൽ നമ്മളതൊക്കെ പുറത്താ ചെയ്യാറില്ല. പക്ഷേ വീടിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ഒരു പാറ്റിയോ അല്ലെങ്കിൽ ഒരു ഗസീബോയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഗസീബോ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്ത് അതുപോലെ ഇവിടെ ആയിട്ട് നമ്മളൊരു ചെടിച്ചട്ടിയൊക്കെ വെച്ച് അത് മനോഹരമാക്കി എടുക്കാൻ പറ്റിയ ഏരിയയാണിത്. നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ ഇരിക്കാം ആ ഒരു ഏരിയ. കാരണം ഇവിടെ പുറകിലായിട്ട് തന്നെ ആ ഒരു 2 വേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. റിലാക്സിങ് ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഏരിയയാണിത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയേണ്ടത്. നമുക്ക് ഇവിടുത്തെ ഒരു വ്യൂവും അതുപോലെ ഇവിടെ പ്രത്യേക ഒരു ഇതാണ്. അത് നിങ്ങളത് അനുഭവിച്ചാലേ മനസ്സിലാവും, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നിങ്ങൾക്ക് ഈ വീടൊന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ നമ്മൾ ചെറിയൊരു ഫോയറിലേക്ക് വന്നിട്ടാണ് 2 റൂമുകളിലേക്ക് പോകുന്നത്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന റൂമും നമ്മൾ താഴെ കണ്ടവർ തന്നെയാണ്. 2 ലെഫ്റ്റ് സൈഡിലെയും സെയിം സൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂമിലേക്ക് വരാം. റൂമിലേക്ക് വരുമ്പോൾ വാർഡ്രോബ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റും. സെയിം വാർഡ്രോബ് തന്നെയാണ്, വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അതുപോലെ ഫുൾ മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം.
വാഷ്റൂമിന് സൈസ് വ്യത്യാസമുണ്ട്. ഒരു വലിയ വാഷ്റൂമാണ്, നല്ലൊരു ഹെവി ആയിട്ടുള്ള വലിയ സൈസുള്ള റൂമാണ്. ഈ വാഷ്റൂം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും നീളമുള്ള വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ക്ലോസറ്റും അതുപോലെ വാഷ് ബേസിനും സെറയാണ്. അതുപോലെ ബാക്കി നമ്മുടെ ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഷവർ യൂണിറ്റും ബാക്കിയെല്ലാം ജാഗോർ തന്നെയാണ്. അപ്പോൾ അത് റെയിൻ ഷവറോ കൊടുത്തിരിക്കുന്നത്, ഹീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ലാസ്റ്റ് റൂമിലേക്ക് പോകും, അതായത് ഈ വീട്ടിലെ 4ാമത്തെ റൂമിലേക്ക് വരാം. ഈ റൂം നോക്കുവാണെങ്കിൽ നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ 12 അടി വീതിയും 12 അടി നീളമുള്ള സ്ക്വയർ ആയിട്ട് റൂം തന്നെയാണ്. അപ്പോൾ ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് വിശാലമായിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ്. ഇവിടെയും മേക്കപ്പ് സെറ്റ് ഏരിയ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ബോഡി മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം ഇങ്ങോട്ട് നോക്കാം. ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോഴും ഒരു ബ്ലൂ ടൈൽ ഫ്ലോറിങ്ങുള്ള വാഷ്റൂം തന്നെയാണ്. അതുപോലെ നമ്മൾ ബാക്കിയെല്ലാം സെയിം സ്പെക്ക് തന്നെയാണ്, സ്പെക്കിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ നമുക്കൊരു പറഞ്ഞല്ലോ ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള കാഴ്ചകളിലേക്ക് വരാം. നമ്മളിവിടുത്തെ ഓപ്പൺ ടെറസ് ഏരിയ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്കൊരു കിച്ചൺ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ആണ്. പറ്റുമെങ്കിൽ നമുക്ക് റെൻറ്റിന് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി മുകളിലത്തെ കാഴ്ചയിലേക്ക് വരാം. മുകളിലേക്ക് വരുമ്പം സ്റ്റെപ്പും അതുപോലെ GI ട്യൂബിലാണ് ഇവിടുത്തെ ആ ഒരു സ്റ്റെയർ ഇരിക്കുന്നത്. നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ മുകളിൽ ഓപ്പൺ ടെറസ് ആണെങ്കിൽ കൃത്യമായിട്ട് ടെറസ് നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ടാങ്ക് വയ്ക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ വാട്ടർ ടാങ്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ 750 ലിറ്ററാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് തുണി വിരിക്കാൻ വേണ്ടിയുള്ള ഹൂക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഏരിയ നോക്കുവാണെങ്കിൽ ഇതൊരു നിരപ്പായ സ്ഥലമാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് ഡ്രൈ ലാൻഡാണ്, ആക്ച്വലി കരഭൂമിയാണിത്. പക്ഷേ ഇവിടുത്തെ ഏരിയ സാധാരണയൊക്കെ കയറ്റും ഇറക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ കൃത്യമായി നിരപ്പായിട്ടുള്ള ഏരിയയാണ്, അതാണ് വേറെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 ബെഡ്റൂമുള്ള വീടും കുറവാണ് ഈ ഏരിയയിൽ. ഇങ്ങനൊരു സ്ഥലം നിരപ്പായ സ്ഥലത്തൊക്കെ കിട്ടുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു ഫ്ലോർ റെൻറ്റിന് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ആ രീതിക്കാണ് ഒരു സ്റ്റെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വീടാണ്. അത് മാത്രമല്ല ഇവിടെ നമ്മുടെ ഒരു പ്രൈം ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം സെൻറ്റ് തോമസ് സ്കൂൾ വളരെ അടുത്താണ്. പിന്നെ സെൻറ്റ് തോമസ് കോളേജായി, പിന്നെ കിൻഫ്ര ഫിലിമാൻ IT പാർക്കായി. ഈ കിൻഫ്ര കഴിഞ്ഞാൽ വെട്ടറോഡ് സൈനിയർ സ്കൂളായി. അത് കഴിഞ്ഞാൽ പിന്നെ ക്രൈസ്റ്റ് നഗർ സ്കൂളായി. അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അടുത്തുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ ടെക്നോ പാർക്ക് ഫേസ് 4 ടെക്നോ സിറ്റി ആയി. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കഴക്കൂട്ടം ടെക്നോ പാർക്കായി, കഴക്കൂട്ടം ജംഗ്ഷനായി. അങ്ങനെ ഇൻഫോസിസ് UST അങ്ങനെ പോയി എളുപ്പമാണ്. പിന്നെ ഷോപ്പിങ്ങിനായിട്ട് ലുലുവിൽ പോയി എളുപ്പമാണ്. ഇവിടുന്ന് പോത്തൻകോടേക്ക് പോയി എളുപ്പമാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലം കൂടിയാണ്. അതാണ് വേറെ പ്രത്യേകത. അപ്പോൾ 4.54 സെൻറ്റാണ് ഇവിടുത്തെ ലാൻഡ് ഏരിയ. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 1950 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഇതിന് പ്രതീക്ഷിക്കുന്ന പ്രൈസ് എന്നുള്ളത് 85 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വീഡിയോ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്